നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായവർ എന്നും നമുക്ക് അഭിമാനമാണ്. അവരുടെ ധീരതയും സമർപ്പണവും സത്യത്തിൽ നമ്മെ കോരിത്തെരിപ്പിക്കുന്നതാണ്, നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവരുടെ ചുടുനിണത്തിലാണ് സഭയെന്നും വളർന്നിട്ടുള്ളത്. ആദിമ സഭയിൽ ധാരാളം രക്തസാക്ഷികൾ വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ട്, ജീവൻ ത്യജിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നൂറ്റാണ്ടുകൾ, 20 നൂറ്റാണ്ടുകൾ, 21ാം നൂറ്റാണ്ടിലും ആദിമസഭ അനുഭവിച്ചതിനേക്കാൾ വലിയ രക്തസാക്ഷിത്വം നാം അനുഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലായി ക്രൈസ്തവ വിശ്വാസികൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വരുന്നുണ്ട്, മരിക്കേണ്ടി വരുന്നുണ്ട്, കിരാതമായ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. എന്നാൽ അവർ ധീരതയോടുകൂടി മരണത്തെ ഏറ്റെടുക്കുന്നത് അത്ഭുതത്തോടെയാണ് നാം നോക്കി നിൽക്കുക. കഴുത്തറക്കുന്നതിന് മുമ്പ് യേശുവേ സ്തുതി എന്ന് പറയുവാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു? അത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. രക്തസാക്ഷികളുടെ ജീവിതം എന്നും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്നും രക്തസാക്ഷിത്വത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. അത് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. വിശ്വാസ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുവാനും സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാനും നമുക്ക് ധൈര്യം നൽകുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ എന്നാൽ ഒരു ചോദ്യചിഹ്നമാണ് പലപ്പോഴും പലർക്കും, വിശ്വാസമില്ലാത്തവർക്ക്, എന്തിന് രക്തസാക്ഷികളായി തീരണം? ആദിമ സഭ മുതൽ ഇന്ന് വരെയുള്ള സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും, രക്തത്തിൻ്റെ മൂല്യം നമുക്ക് ഉൾക്കൊള്ളാനാകും. നാം ഈ പരമ്പരയിൽ ഓരോ രക്തസാക്ഷികളെയും പരിശോധിക്കുകയാണ്, പഠിക്കുകയാണ്. കൂടുതൽ ആത്മധൈര്യം കിട്ടുന്നതിന്, നമ്മെ തന്നെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം ക്രമീകരിക്കുന്നതിന്, നമ്മെ തന്നെ പരിശോധിക്കുന്നതിന് ഒരവസരമാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അപ്പസ്തോലന്മാരിൽ ഒരുവനായ വിശുദ്ധ പീലിപ്പോസിനെയാണ് നാം പഠിക്കുക. അദ്ദേഹത്തിൻ്റെ നിണമണിഞ്ഞ പാദങ്ങൾ, അത് നാം പരിശോധിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ പീലിപ്പോസ് ഗലീലിയയിലെ ബെത്സൈദ സ്വദേശിയായിരുന്നു. മുമ്പ് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടയാളായിരുന്നു അദ്ദേഹമെന്നും കരുതപ്പെടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തീക്ഷ്ണമതിയായ ആ അപ്പസ്തോലന്റെ ചിത്രം നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നു. യേശു മിശിഹായാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ചരിത്രകാരനായ എവ്സേബിയൂസിന്റെ വിവരണങ്ങൾ അനുസരിച്ച് വിശുദ്ധ പീലിപ്പോസ് ഫ്രീജിയയിൽ സുവിശേഷം പ്രഘോഷിക്കുകയും പിന്നീട് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു.
പിതാവേ, വിശുദ്ധ പീലിപ്പോസ് ഏത് ദേശക്കാരനായിരുന്നുവെന്ന് ഒന്ന് വിശദീകരിക്കാമോ? വിശുദ്ധ പീലിപ്പോസിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവുകൾ ചരിത്രത്തിലൊന്നുമില്ല. എങ്കിലും അദ്ദേഹം ഗലീലിയിലെ ബേസ്തതയിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ അന്ത്രയോസിനോട് അദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ടായിരുന്നു പീലിപ്പോസിന്. അതുകൊണ്ട് അന്ത്രയോസ് സ്നാപക യോഹന്നാൻ വന്ന ആ ഒരു സന്യാസ സമൂഹമുണ്ട്. അവർ മരുഭൂമിയിൽ ജീവിച്ചൊരു സന്യാസ സമൂഹമുണ്ട്. ആ സന്യാസ സമൂഹത്തിൽ അംഗമായിരുന്നെന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഫിലിപ്പോസും അന്ത്രയോസിനോടൊപ്പം തന്നെ വിശുദ്ധ സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്ന സമൂഹത്തിൽ ആ ആത്മീയ ചൈതന്യത്തിൽ വളർന്നു വന്നതാണെന്ന് നിരീക്ഷിക്കുവാൻ കഴിയും. ഇതാണ് പൊതുവായിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള നമുക്കുള്ള അറിവ്. പിതാവേ, സുവിശേഷത്തിൽ വിശുദ്ധ പീലിപ്പോസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? സുവിശേഷത്തിൽ സമാന്തര സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്ക സമാന്തര സുവിശേഷങ്ങളിൽ സുവിശേഷന്മാരുടെ പട്ടികയിൽ പീലിപ്പോസ് എന്ന് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-4 തവണ വിശുദ്ധ പീലിപ്പോസ് ഭംഗിയായിട്ട് കടന്നു വരുന്നുണ്ട്. ആദ്യം തന്നെ അന്ത്രയോസിനെ വിളിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പീലിപ്പോസിനോട് ഈശോ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുക എന്ന്. അപ്പോൾ ഒരുപക്ഷെ അന്ത്രയോസ് പറഞ്ഞു കാണും, പീലിപ്പോസ് നല്ല മിടുക്കനാണ്, നല്ല ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയാണ്, അവനെയും വിളിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നുണ്ട്. തൊട്ട് അടുത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും നത്താനിയേലിനെ കാണുന്നുണ്ട്. നത്താനിയേലിനെ കാണുമ്പോൾ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു, അവൻ പ്രവാചക ഗ്രന്ഥങ്ങളിലും നിയമത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്ന വരാനിരിക്കുന്ന രക്ഷകൻ. അപ്പോൾ അതുവരെയുള്ള ആ വലിയൊരു വെളിപ്പെടുത്തൽ യേശു രക്ഷകനാണ്, മിശിഹായാണെന്നുള്ള രഹസ്യം ഫിലിപ്പോസിന് മനസ്സിലായി എന്നുള്ളത് നിസ്സാരമായ നമ്മെ എടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നത്താനയേലിനോട് പറയുന്നുണ്ട്, ഇവൻ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് പരിചയപ്പെടുത്തുകയും നത്താനയേലിനെയും ശിഷ്യഗണത്തിലേക്ക് ക്ഷണിക്കുകയും യേശുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ നമുക്ക് 6-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ ഫിലിപ്പോസിനോടാണ് പറയുന്നത്, ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. അതായത് തുടർന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായ പഠനം നൽകുന്നത് അതിനോടൊപ്പമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഫിലിപ്പോസാണ് പറയുന്നത്, ഒരു കുട്ടിയുടെ കയ്യിൽ അപ്പവും എല്ലാം ഉണ്ട്, നമുക്കത് വാങ്ങാം, അതുകൊണ്ട് എല്ലാവർക്കും തികയില്ലല്ലോ. ഇവിടെ ഫിലിപ്പോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് 12-ാമത്തെ അധ്യായത്തിലാണ് വീണ്ടും ഫിലിപ്പോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഗ്രീക്കിൽ നിന്നുള്ള വിജാതീയരായിട്ടുള്ള ആളുകൾ യേശുവിനെ വന്ന് അന്വേഷിക്കുന്നത് ഫിലിപ്പോസിനാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസാണ് അവരെ യേശുവിൻ്റെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. അതിൽ ഫിലിപ്പോസിനെ നിയോഗിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഫിലിപ്പോസ് ഗ്രീക്ക് ഭാഷയൊക്കെ നന്നായിട്ട് അറിയാം, അവരുമായിട്ടുള്ള പരിചയമുണ്ടാകാം, അതിനുള്ള സാധ്യതകളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോഴാണ് പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും എന്നുള്ള ഭാഗം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വീണ്ടും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഈശോ പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തി, പിതാവായ ദൈവവും ഞാനും ഒന്നാണ് എന്ന്. പിതാവായ ദൈവത്തെ അവർക്ക് അവസാനമല്ലേ, അവസാന 14-ാമത്തെ അധ്യായം എത്തുമ്പോഴേക്കും അവസാനത്തെ ഡിസ്കോഴ്സാണ്, അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ ചോദ്യം? ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക എന്നൊരു ചോദ്യമാണ് ഫിലിപ്പോസ് ഈശോയോട് പറയുന്നത്. പിതാവിനെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ പ്രസംഗിക്കുക, പറഞ്ഞു കൊടുക്കുക അവർക്ക്. അപ്പോൾ ഒരു ചോദ്യം പറയുക, പിതാവിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഈശോയുടെ മറുപടി എന്തായിരുന്നു? ഫിലിപ്പോസേ, നീ എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. ത്രിത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ വെളിപ്പെടുത്തലല്ലേ അവിടെ നൽകുക. എന്നെ കാണുന്നവൻ പിതാവായ ദൈവത്തെയും കാണുന്നു. ഇതാണ് സുവിശേഷത്തിൽ ഫിലിപ്പോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിക്കുന്നു, യേശുവിനോടൊപ്പം ചേർന്ന് സുവിശേഷം പഠിക്കുന്നു, യേശുവിനെ പഠിക്കുന്നു. ഇത്രയും ഭാഗത്താണ് നമുക്ക് കാണുവാൻ സാധിക്കുക. സ്നാപക യോഹന്നാന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരുന്നത് കൊണ്ടാവണം ആരംഭം മുതൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ വിശുദ്ധ പീലിപ്പോസിന് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം.
ക്രിസ്തുവിനെ ആദ്യമായി കണ്ടതിന് ശേഷം മോശയുടെ നിയമങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവനായ മിശിഹായെ താൻ കണ്ടു എന്ന് അദ്ദേഹം നഥാനിയേലിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നഥാനിയേലിനെ ഈശോയെ പരിചയപ്പെടുവാനായി ക്ഷണിക്കുക കൂടി ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീക്ഷ്ണതയും വ്യക്തമാണ്. തൻ്റെ സ്വതസിദ്ധമായ നിഷ്കളങ്കതയോടെ സുവിശേഷത്തിൽ ചിലയിടങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിതാവേ, വിശുദ്ധ പീലിപ്പോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എവിടെയെല്ലാമായിരുന്നു? വിശുദ്ധ പീലിപ്പോസ് ഫ്രിജിയ എന്ന സ്ഥലത്താണ് സുവിശേഷം പ്രസംഗിച്ചത്. സിറിയയിലും പാർത്തിയ പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു എന്ന് കരുതുന്നുണ്ട് വിശുദ്ധ ഫിലിപ്പോസ്. അപ്പോൾ വിശുദ്ധ ഫിലിപ്പോസ് വളരെ ശ്രദ്ധേയമായ ശുശ്രൂഷകൾ സിറിയയിലും ഫ്രിജിയയിലും പാർത്തിയ ഈ പ്രദേശങ്ങളിലും, അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ സുവിശേഷം പ്രസംഗിച്ചതായിട്ട് ചരിത്രത്തിൽ വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയെല്ലാം വളരെ ശക്തമായ നേതൃത്വം നൽകുവാൻ വിശുദ്ധന് സാധിച്ചു. ഈ അപ്പസ്തോലന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നാം അനുമാനിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. പിതാവേ, വിശുദ്ധ ഫിലിപ്പോസ് എങ്ങനെയാണ് രക്തസാക്ഷിയായത്? വിശുദ്ധ ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഫ്രിജിയയിൽ വെച്ച്, ഫ്രിജിയയിലെ ഹിരാപ്പൊളിസ് എന്ന സ്ഥലത്ത്, അവിടെ ആ കമ്മ്യൂണിറ്റിയിലുണ്ടായ നേതൃത്വത്തിലുള്ളവർ അദ്ദേഹത്തെ കുരിശിൽ തൂക്കി കൊന്നു എന്നാണ് ഇതേ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിതാവേ, വിശുദ്ധ പീലിപ്പോസിന്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് വേറൊരു ഐതിഹ്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻ്റ് ആണ് വിശുദ്ധ ഫിലിപ്പോസിനെ കുറിച്ചുള്ള രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. ഫ്രീജിയായിൽ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരുന്ന വിശുദ്ധ പീലിപ്പോസ് പിന്നീട് ഹീറാപോളിസിൽ വെച്ചാണ് രക്തസാക്ഷിത്വം വരിച്ചത്. AD 80 ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടുകയായിരുന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ടു കിടന്ന അവസ്ഥയിലും അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പറയപ്പെടുന്നു. ആ മണിക്കൂറുകളിൽ അദ്ദേഹത്തെ ശ്രവിച്ച അനേകർ മാനസാന്തരപ്പെടുകയും ഒപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന ബർത്തലോമിയയെ അവർ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ക്രൂരപീഡനങ്ങൾക്കിടയിലും സുവിശേഷം പ്രഘോഷിച്ച വിശുദ്ധ പീലിപ്പോസിന്റെ പ്രേക്ഷിത തീക്ഷ്ണത മരണത്തിലൂടെയും വെളിവാക്കപ്പെടുകയായിരുന്നു. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻ്റ് ആ രക്തസാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധ ഫിലിപ്പോസിനെ കുറിച്ച് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു ഐതിഹ്യവും കൂടി അതിൻ്റെ കൂടെയുണ്ട്. സുവിശേഷം പ്രസംഗിച്ച ഈ ഹീരാപ്പൊളിസ് എന്ന സ്ഥലത്ത്, ഫ്രിജിയയിൽ ഹീരാപ്പൊളിസ് എന്ന സ്ഥലത്ത് സുവിശേഷം വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് സർപ്പങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമായിരുന്നു. അവിടെ ആളുകൾ ധാരാളം പേര് അവിടെ വരും. സർപ്പങ്ങളൊക്കെ ഉണ്ട് അവിടെ. കാരണം സർപ്പങ്ങളുടെ കടിയേറ്റിട്ട് ആളുകൾ മരിക്കുക. അതുകൊണ്ട് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു സർപ്പങ്ങൾ ക്ഷേത്രം. അത് വിശുദ്ധ ഫിലിപ്പോസ് പറഞ്ഞു, അതെല്ലാം നശിപ്പിച്ച് കളയാൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. അതിന് നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ സർപ്പങ്ങളുടെ കടിയേറ്റ ആളുകളെല്ലാം സൗഖ്യപ്പെടുത്തി. പിന്നീട് ആർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ വിശുദ്ധ ഫിലിപ്പോസായി സർപ്പങ്ങളുടെ ദേവൻ. അങ്ങനെ ആളുകൾ കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ പ്രദർശിപ്പിച്ചു. പക്ഷേ ഈ അമ്പലത്തിനോട്, ഈ ക്ഷേത്രത്തോട് കൂടെ ജീവിച്ചിരുന്ന പുരോഹിതർക്ക് അത് ഇഷ്ടമായില്ല. അത് പുരോഹിതരോടൊപ്പം തന്നെ ആ പ്രദേശത്തെ മേയറും കൂടെ, ആ സ്ഥലത്തെ അധികാരികൾ കൂടിയിട്ട് ഇവരെ പീഡിപ്പിച്ചു. അങ്ങനെ അവരെ കുരിശിൽ തറയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കുരിശിൽ തറച്ചു. അപ്പോൾ വിശുദ്ധ ബർത്തലോമിയയും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ബർത്തലോമിയും വിശുദ്ധ ഫിലിപ്പോസിനെയും കുരിശിൽ തറച്ചു. അങ്ങനെ അവരെ കുരിശിൽ തറച്ചപ്പോൾ പെട്ടെന്ന് ഭൂകമ്പമുണ്ടായി. ആളുകളെല്ലാം മറിഞ്ഞു വീണു. എന്നാൽ
കുരിശിൽ കിടന്നുകൊണ്ട് വിശുദ്ധ ബർത്തലോമിയോ പ്രാർത്ഥിച്ചു. അപ്പോൾ ഭൂകമ്പം നിന്നു എന്ന് മാത്രമല്ല, മരിച്ചു എന്ന് കരുതിയ ആളുകളും എഴുന്നേറ്റ് വന്നു പ്രാർത്ഥിച്ചപ്പോൾ. അപ്പോൾ അവർക്ക് വലിയ വിശ്വാസമുണ്ടായി, അവർ വിശ്വാസം സ്വീകരിച്ചു. അതുകൊണ്ട് വിശുദ്ധ ബർത്തലോമിയെയും വിശുദ്ധ ഫിലിപ്പോസിനെയും കുരിശിൽ നിന്ന് ഇറക്കി. പക്ഷേ താമസിച്ചു പോയി, വിശുദ്ധ ഫിലിപ്പോസ് മരിച്ചിരുന്നു. ഇതാണ് അതിൽ സംബന്ധിച്ചുള്ള ഐതിഹ്യം. പിതാവേ, വിശുദ്ധ ഫിലിപ്പോസിന്റെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നേരത്തെ മറ്റ് പല വിശുദ്ധരുടെയും എന്നതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് റോമിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ റോമിലാണ് ഭൗതിക അവശിഷ്ടം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതും ആളുകൾ വണങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഫിലിപ്പോസിന് ഉള്ള ദേവാലയങ്ങളുണ്ട്, തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്, ആളുകൾ വണങ്ങുന്നുമുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാന ഭാഗം എല്ലാം റോമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നിഷ്കളങ്കനും തീക്ഷ്ണമതിയുമായ ഒരു ഉത്തമ ക്രിസ്തു ശിഷ്യനായിരുന്നു വിശുദ്ധ ഫിലിപ്പോസ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് വ്യക്തത നൽകുന്ന വിവരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തീക്ഷ്ണതയും അടിയുറച്ച വിശ്വാസവും തന്നെയാണ്. അനേകായിരങ്ങളെ മാനസാന്തരപ്പെടുത്തുകയും മരണത്തിന് മുൻപിലും പതറാതെ ധീരതയോടെ നിലകൊള്ളുകയും ചെയ്ത ആ വിശുദ്ധന്റെ ജീവിതം നമുക്കും മാതൃകയാണ്. വിശുദ്ധ ഫിലിപ്പോസ് നമുക്ക് വലിയ കരുത്തും ശക്തിയുമാണ് നൽകുന്നത്. അദ്ദേഹം കുരിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിന് പിന്നാലെ ചെല്ലുവാനുള്ള ഭാഗ്യമുണ്ടായി. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനാകണ്ട എന്ന ഗുരുവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാകുകയാണ് ആ വലിയ വിശുദ്ധൻ്റെ ജീവിതത്തിൽ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, വിശുദ്ധ ഫിലിപ്പോസ് യേശുവിനെ കണ്ടിരുന്നു, യേശു ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ആ വലിയ രഹസ്യം ആഴത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു. ധീരതയോടുകൂടി രക്തസാക്ഷിയായി. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫിലിപ്പോസ് നമുക്ക് നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ല. പെസഹ രഹസ്യം ആഴത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിൽ, പ്രതിസന്ധികളുടെ ബുദ്ധിമുട്ടുകളിൽ, മറ്റു മതസ്ഥരിൽ നിന്ന് ഏറ്റെടുക്കേണ്ടി വരുന്ന വേദനകളിൽ ധീരതയോടുകൂടി രക്തസാക്ഷികളാകുവാൻ കഴിയും. അത് ശരീരത്തിൻ്റെ രക്തസാക്ഷിത്വം മാത്രമല്ല, യേശുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ധീരതയോടുകൂടി പ്രഘോഷിക്കുവാൻ സാധിക്കും. അതൊരു വെന്തിങ്ങം ഇട്ടുകൊണ്ടായിരിക്കാം, ഒരു ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കാം, സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടായിരിക്കാം, സത്യത്തിനും നീതിക്കും വേണ്ടി കറതീർന്ന സമർപ്പണം ചെയ്തുകൊണ്ടായിരിക്കാം, സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തോടു കൂടി ആയിരിക്കാം, വളരെ ഭക്തി നിറഞ്ഞ വിശ്വാസ ജീവിതം നയിക്കുന്നത് വഴിയായിരിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്തസാക്ഷിത്വം രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ളതായിരിക്കുകയില്ല. എന്നാൽ രക്തസാക്ഷിത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ധീരതയോടുകൂടി അവന് സാക്ഷികളാകുക, വിശുദ്ധിയുടെ ജീവിതം നയിക്കുക. വിശുദ്ധ ഫിലിപ്പോസിൻ്റെ രക്തസാക്ഷിത്വം നമ്മെ വെല്ലുവിളിക്കുകയാണ്. നമുക്കതിന് സാധിക്കുമോ? വിശുദ്ധിയുടെ ഉത്തരം നൽകുവാൻ ഈ വിശുദ്ധൻ നമുക്ക് നല്ല മറുപടി നൽകുകയാണ്. ആ ജീവിതത്തിലൂടെ കുരിശിൽ അവനോടൊപ്പം മരിക്കുവാനുള്ള ഭാഗ്യം വിശുദ്ധന് ലഭിച്ചു. നമുക്കും ജീവിതത്തിൽ രക്തസാക്ഷിത്വം സ്വന്തമാക്കാം. അത് സഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ, കൃപ ഞങ്ങൾക്ക് നൽകണമേ, അതിനുള്ള ക്ഷമ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, വിശുദ്ധ ഫിലിപ്പിനെ ഞങ്ങൾക്ക് അപ്പസ്തോലനായി നൽകിയല്ലോ. ഈ അപ്പസ്തോലൻ്റെ രക്തസാക്ഷിത്വത്തിലാണ് അങ്ങയുടെ ശരീരമായ സഭ പടുത്തുയർത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. രക്തസാക്ഷിത്വം ഞങ്ങൾക്ക് മുൻപിലെന്നും വെല്ലുവിളിയാണ്. ഞങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ധീരതയോടുകൂടി ഞങ്ങൾ അനുദിന ജീവിതത്തിൽ ഞങ്ങളത് ഏറ്റെടുക്കണം. അങ്ങേക്ക് വേണ്ടി ഏത് അവസരത്തിലും അവസാന ശ്വാസം വരെ രക്തം ചിന്തുവാനും അതിനുള്ള അവസരമില്ലെങ്കിൽ ജീവിതത്തിലൂടെ സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ രക്തസാക്ഷിത്വം സ്വന്തമാക്കുവാൻ വിശുദ്ധ ഫിലിപ്പോസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ നമുക്ക് പിൻചൊല്ലാം. വിശുദ്ധർ നൽകിയ, രക്തസാക്ഷികൾ നൽകിയ ചൈതന്യം നമുക്ക് സ്വന്തമാക്കാം. അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ശാലോം പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം
ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിറമണിഞ്ഞ കാലടി പാടുകൾ നൽകി നമുക്കായൊരു ദർശനം രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക നടന്നു നീങ്ങണം ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടി പാടുകൾ പറന്നുയരണം വിജയിയാകണം രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം തിരുസഭ വീണ്ടും